ഞാൻ വേണ്ടി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വേണ്ടേ കോവിഡ് നമ്മുടെ നാട്ടിൽ കുറിച്ച് നല്ല ഞാനിങ്ങനെ സംസാരിക്കലുണ്ടായിരുന്നു നമുക്ക് നടത്തണമെന്നാണ്. പക്ഷേ ഇത് നടത്താൻ ഭയങ്കര തന്നെയാണ് പറയുന്നത്. ഏതായാലും 10-40 കൊല്ലം വരെ നമ്മളിത് നടത്തിയില്ല. അത് വല്ലാത്തൊരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇത് നല്ലോണം മുന്നോട്ട് എല്ലാ കൊല്ലവും TPS ആകുമ്പോ സുഖലാണ് കിടക്കുന്നത്. തിരുവമ്പറമ്പില്ല പിന്നെ ഒരുപാട് അതിന്റെ തൊട്ടടുത്തന്നെ രണ്ടും കല്ലോടെ എന്താ പറയാന്ന് വെച്ചാൽ ആരാ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തത് മാനസികാവസ്ഥയില്ല. പറഞ്ഞാൽ അതല്ല ഇങ്ങനെ ഒരു കൂടിച്ചേരലെന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. പറയാൻ ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കണ്ടു. ഞാൻ സുജാതനെ കണ്ടില്ല പറഞ്ഞെങ്കിൽ ഞാൻ എനിക്കിപ്പോൾ സത്യമായിട്ട് പറയാം. ഞാൻ KSRTC കഴിയും ദൂരെയൊക്കെ ആൾക്കാരും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റൂട്ടിലാണ് 24 വർഷം ചെയ്യുന്നത്. 24 വർഷം പോകുമ്പോൾ എങ്ങനെയാലും കണ്ടില്ല. പലപ്പോഴായി ഞാൻ അയാളോട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഒരു കണ്ടക്ടർ നില സമീപിക്കുമ്പോൾ പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. അതുപോലെ സുജാതനെ കണ്ടില്ല. സുജാത എൻ്റെ വണ്ടിയിൽ വൈകിട്ട് കൊടുത്ത് ബാഗൊക്കെ കയറി. അപ്പോൾ സുജാത പേരെടുത്ത് പറയാൻ പോകുമ്പോൾ ഒരിക്കലും അവർ ഐഡന്റിഫൈ പറ്റി. കാരണം അതിനോടൊക്കെ തെറ്റിട്ടെന്ന് അന്നേരം മനസ്സിലായി. കാരണം മനസ്സിലെ സാഹചര്യങ്ങളും സൗകര്യങ്ങളുണ്ട്. ഒരു കൂട്ടായ്മ ഉണ്ടാവാത്ത പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് ചെങ്ങല വരെ എൻ്റെ നമ്പർ എനിക്ക് കിട്ടി. അതൊന്നും ഞാൻ അറിയണ്ട എങ്ങനെയാണ് കിട്ടിയെന്നത്. അപ്പം നോക്കുമ്പോൾ അവിടെ ഫ്രണ്ട് ഉണ്ട് ജാനും കഴിയുന്നവരുടെ ഇത് നമ്മൾ സുജാത പറഞ്ഞതുപോലെ വളരെ മുമ്പ് തന്നെ ഇങ്ങനെ കൂടിച്ചേർന്നതായിരുന്നു. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഉള്ളിൽ തുറന്ന് പറയുകയാണ്, എനിക്ക് പറയാൻ പേരുന്നില്ല. ഏത് ക്ലാസ്സിലായാലും ഡിവിഷനിലാണ് പഠിച്ചത്. പേര് മല്ലിക തരാമെന്നാണ്. സ്കൂൾ കിടന്നതൊക്കെ ചേച്ചിയുടെ പെട്ടെന്ന് ചേട്ടനോട് സ്കൂളിൽ പോകുന്നതിന് പിന്നെ സർക്കാരൊരു വേഗം പെൻഷനായിട്ട് വർക്ക് ചെയ്യുന്നത് ബംഗാളെങ്കിൽ മോള് കൂത്താളി പഞ്ചായത്ത് വരുന്നത് കണ്ടോർപ്പാണ്. ഒരു മോളെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലാരുണ്ടാവും. മോള് ഭർത്താവ് ഗൾഫിലാണ്. ഒരു മോനുണ്ട്. ഭർത്താവ് റിട്ടയർഡായിട്ട് വരും. ഞാൻ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കിഴക്കൻ വരാനുള്ള എൻ്റെ കാര്യം കേൾക്കുകയാണ്. ആട് പിന്നെ നടിച്ചാൽ നടിയിലേക്ക് എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങളൊരു നിൽക്കെന്ന് പറയാനുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തോളം കാണുന്നത് കല്ലാസും ഞാനും കണ്ടു കഴിഞ്ഞെത്തി കുറേ അടുത്തായി. തമിഴാൻ്റെ നാട്ടിലാണ്. രാധെ ഞങ്ങൾ തന്നെ വീട്ടിലെടുത്താണ്. ഞാൻ വെച്ചുകൊണ്ട് ഞാനുണ്ട്. സുജാതയുടെ പേപ്പറിലൊക്കെ ഇങ്ങനെ കാണും. ഇടയ്ക്ക് ഏതെങ്കിലും കാണും. നമുക്കാണെങ്കിലും എന്നാലും കാണും. ഭാര്യ പറ്റിയ ഒരു ദിവസം അവിടുന്ന് കോഴിക്കോട് വരെ ഇവിടെ ചെയ്ത് നടത്താൻ പിന്നെ ഒപ്പര അറിയാം. ലോകം വരത്തില്ല. ബാക്കിയുള്ളത് എനിക്ക് അറിയാം. പിന്നെ നല്ല സൗഹൃദം, അതായത് ഒന്നിച്ച് പഠിച്ചത് പലപ്പോഴും കാണുന്ന ആയ ആൾക്കാരുമായിട്ട് ഞാൻ സൗഹൃദം കൊണ്ട് നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ എനിക്ക് യാദൃശ്യമായിട്ടാണെങ്കിലും കണ്ടു. പിന്നെ കായലിനൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന ഒരാളാണ്. എൻ്റെ ബിസിനസ് ഫാം വെച്ച് ലോകം വരത്തില്ല. ബാക്കിയുള്ളത് എനിക്ക് അറിയാം. പിന്നെ നല്ല സൗഹൃദം, അതായത് ഒന്നിച്ച് പഠിച്ചത് പലപ്പോഴും കാണുന്ന ആയ ആൾക്കാരുമായിട്ട് ഞാൻ സൗഹൃദം കൊണ്ട് നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ എനിക്ക് യാദൃശ്യമായിട്ടാണെങ്കിലും കണ്ടു. പിന്നെ കായലിനൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന ഒരാളാണ്. എൻ്റെ ബിസിനസ് ഫാം വെച്ച് എന്താ പറയാന്ന് വെച്ചാൽ ആരാ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തത് മാനസികാവസ്ഥയില്ല. പറഞ്ഞാൽ അതല്ല ഇങ്ങനെ ഒരു കൂടിച്ചേരലെന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. പറയാൻ ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ കണ്ടു. ഞാൻ സുജാതനെ കണ്ടില്ല. സുജാത പറഞ്ഞെങ്കിൽ ഞാൻ എനിക്കിപ്പോൾ സത്യമായിട്ട് പറയാം. ഞാൻ KSRTC കഴിയും ദൂരെയൊക്കെ ആൾക്കാരും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ റൂട്ടിലാണ് 24 വർഷം ചെയ്യുന്നത്. 24 വർഷം പോകുമ്പോൾ എങ്ങനെയാലും കണ്ടില്ല. പലപ്പോഴായി ഞാൻ അയാളോട് ഇങ്ങനെ 2-3 പ്രാവശ്യം
ഒരു കണ്ടക്ടർ നല്ല നിലയിൽ സമീപിക്കുമ്പോൾ പിന്നെ മിനി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കി. അതുപോലെ സുജാതനെ കണ്ടില്ല. സുജാത എൻ്റെ വണ്ടിയിലേക്ക് വൈകിട്ട് കൊടുത്ത് ബാഗൊക്കെ ആയിട്ട് കയറിയായിട്ട്. അപ്പോൾ സുജാത പേരെടുത്ത് പറയാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു അഞ്ചിക്കാൻ പറ്റി. കാരണം അതിനോട് തെറ്റിട്ടെന്ന് അന്നേരം മനസ്സിലായി. കാരണം മനസ്സിലായി സാഹചര്യങ്ങളും സൗകര്യങ്ങളുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവാത്തത്. അടുത്ത വീട് അത്തിന് പറയുള്ളൂ സ്കൂളിന്റെ പേര് മല്ലിക തരാമെന്നാണ്. സ്കൂളിൽ കിടന്നതൊക്കെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഏട്ടനോട് സ്കൂളിൽ പോകുന്നതിന് പിന്നെ കർത്താവൊരു വേഗം ടെൻഷനായിട്ട് വർക്ക് ചെയ്യുന്നത് ബംഗാളെങ്കിൽ അവരുടെ മോള് കുത്താളി പഞ്ചായത്ത് വരുന്നേന് കണ്ടോർപ്പാണ്. ഒരു മോളെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലാണ്. മോള് ഭർത്താവ് ഗൾഫിലാണ്. ഒരു മോനുണ്ട്. ഭർത്താവ് റിട്ടയർഡായിട്ട് വരും. ഞാൻ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കിഴക്കൻ വരാൻ എന്റെ ഭാര്യ ഗൾഫിലാണ്. ആട് പിന്നെ നള്ളിച്ചാല് നള്ളിയിലേക്ക് എന്റെ ഫ്രണ്ടാണ്. ഞങ്ങളൊരു മുറ്റെന്ന് പറയാനുണ്ട്. ഇങ്ങനെ വരുമ്പോൾ കാണുന്നത് കല്ലാസ് കല്ലാസ് ഞാനും നള്ളി കഴിഞ്ഞെത്തി കുറേ അടുത്തായി. നമ്മുടെ നാട്ടിലാണ്. രാധെ ഞങ്ങളെന്നെ വീട്ടിലെടുത്താണ്. ഞാൻ വെച്ചുകൊണ്ട് ഞാനുണ്ട്. സുജാതയുടെ പേപ്പറിലൊക്കെ ഇങ്ങനെ കാണും. ഇടയ്ക്കെങ്കിലും കാണും. നമുക്കാണെങ്കിലും എന്നാലും കാണില്ല. ഭാര്യ പറ്റിയ ഒരു ദിവസം അവിടുന്ന് കോഴിക്കോട് വരെ വിളിച്ചിരുന്നു നടത്താൻ വേണ്ടി. പിന്നെ ഒപ്പര അറിയാം. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ആശ്രയമാണ്. ഇത് നമ്മൾ സുജാത പറഞ്ഞതുപോലെ വളരെ മുമ്പ് തന്നെ കൂടി ചേർന്നതായിരുന്നു. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഉള്ളിൽ തുറന്ന് പറയുകയാണ്, എനിക്ക് പറയാൻ പേരുന്നില്ല. ഏത് ക്ലാസ്സിലായാലും ഡിവിഷനിലാണ് പഠിച്ചിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് വേണ്ടേ? ഗവൺമെന്റ് നമ്മുടെ കാഴ്ച നല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നടക്കണമെന്നാണ്. ശരി, നടത്താൻ വൈകിട്ട് തന്നെയാണ് പറയുന്നത്. ഏതായാലും 40-41 കൊല്ലം വരെ നമ്മളിത് നടത്തിയില്ല. അത് വല്ലാത്തൊരു പരാതി തന്നെയാണ്. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇത് നല്ലോണം മുന്നോട്ട് എല്ലാ കൊല്ലവും കുഞ്ഞാവിയല്ലേ പിന്നെ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മളൊരു ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് ചെങ്ങല വരെ എൻ്റെ നമ്പർ എനിക്ക് കിട്ടി. അതൊന്നും ഇനി അറിയണ്ട എങ്ങനെയാണ് കിട്ടിയെന്നത്. അപ്പം നോക്കുമ്പോ അവിടെ ഫ്രണ്ട് ഉണ്ട് ജാനും കഴിയുന്നവരുടെ ഞാൻ പോയി ആ കണ്ടരംഗം വല്ലാത്ത പ്രയാസപ്പെട്ടു. പിന്നെ നമ്മൾ വിട്ടു രണ്ട് കമലന്മാർ നമ്മൾ എന്റെ അയൽവാസി കമലം, എന്റെ വി എം പ്രേമൻ, അതാണ് അയൽവാസി. അപ്പോൾ കിടക്കുന്ന രംഗം ഞാൻ പോയി കണ്ടു. അപ്പോൾ അവിടെ മകളത്തിൽ കാട് കണ്ട് അത്രയും അതുപോലെ നമ്മളെ കുറ്റിയിൽ വീട്ടിൽ കമല മൂക്ക കടിച്ച്. അതുപോലെ ജയരാജ് നമ്മളെ വളർന്നേരം പപ്പമാഷം വരുവേ. അതുപോലെ 83 പ്രത്യേകത ഒന്ന് കപിൽദേവ് ക്രിക്കറ്റിൽ കപ്പ് കൊണ്ടെത്തുന്നില്ലേ, അത് പ്രത്യേകത. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1982 വരെ 5 ആളാണ് അല്ലേ നേരാമ്പർ പോയിട്ട് ടെസ്റ്റ് ഇന്ത്യ. അതിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് നമ്മളെ 27 പാസ്സായി ഓർമ്മയില്ലേ? അത് ആരും പാസ്സായെന്നല്ല, അത് ഒരു വടക്കും പാടേഴ്സും നല്ല പേരുണ്ടായി കൊടുത്ത് നമ്മളെ ബാച്ച് തന്നെ. പിന്നെ പാലയിൽ പ്രത്യേകത വേറെ. പാലയിൽ മാണിക്കുന്ന സിനിമ പൊട്ടിപ്പുറപ്പെടുന്ന സിനിമകളുണ്ട്. പറഞ്ഞുകൊണ്ട് വെയിലാണ് തുടങ്ങി മധുരം തരാം.
നളിനി, ഇന്ദിര, ഷീബ, ഭാനുവതി, കുഞ്ഞാമി, ലളിത, പിന്നെ രാധ, സുലോചന. ഇവരെയാണ് ഞാൻ കാണാത്തത്. പത്മിനി, രാജേശ്വരീനെ മുമ്പ് കാണുന്നുണ്ടായിരുന്നു, വർഷങ്ങളായിട്ട്. പിന്നെ ഒരുപാട് അതിന്റെ തൊട്ടടുത്തന്നെ രണ്ടും കല്ലോടെ TPS ആകുമ്പോ സുഖയിലാണ് കിടക്കുന്നത്. തിരുവമ്പറമ്പില്ല. ബാബുവിന്റെ വീട്ടിലെ ബാബുവിന്റെ വീട് അടുത്ത വീട് അത്തിന് പറയുള്ളൂ സ്കൂളിന്റെ നാട്ടിലാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വീട്ടിലാണ് രാജനെ കാണുന്നുണ്ട്. പിന്നെ നളിനി, ഇന്ദിര, ഷീബ, ഭാനുവതി, കുഞ്ഞാമി, ലളിത, പിന്നെ രാധ, സുലോചന. ഇവരെയാണ് ഞാൻ കാണാത്തത്. പത്മിനി, രാജേശ്വരീനെ മുമ്പ് കാണുന്നുണ്ടായിരുന്നു, വർഷങ്ങളായിട്ട്. അയാള് ക്യാൻസറിനാണ് ഞാൻ പോയി ആ കണ്ട രംഗം വല്ലാത്ത പ്രയാസപ്പെട്ടു. പിന്നെ നമ്മൾ വിട്ടു രണ്ട് കമലന്മാർ നമ്മളെ വിട്ടു അറിയാം. എന്റെ അയൽവാസി കമല, എന്റെ VM പ്രേമൻ, അത് ഒന്നാം ക്ലാസ്. അപ്പോൾ ഭൂമി കിടക്കുന്ന രംഗം ഞാൻ പോയി ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ അവിടെ മകളെന്തെങ്കിലും ഈ കാല് കണ്ട് അത്രയും കഴിഞ്ഞു. അതുപോലെ നമ്മളെ കുറ്റിയിൽ വീട്ടിൽ കമല മൂക്കം കടിച്ച്, അതുപോലെ ജയരാജ് നമ്മളെ വളർന്നേരം പപ്പമാഷം വരുവേ. അതുപോലെ 83 പ്രത്യേകത ഒന്ന് കപിൽ ദേവ് ക്രിക്കറ്റിൽ കപ്പ് കൊണ്ടെത്തുന്നില്ലേ, അത് പ്രത്യേകത. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1982 വരെ 5 ആളാണ് അല്ലേ ജയരാമർ പോയിട്ട് ടെസ്റ്റ് ഇന്ത്യ. അതിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് നമ്മളെ 27 പാസ്സായി ഓർമ്മയില്ലേ. അതിൽ ആരും പാസ്സായെന്നല്ല, അത് വടക്കുംപാട് നല്ലൊരു പേരുണ്ടായി കൊടുത്ത് നമ്മളെ ബാച്ച് തന്നെ. പിന്നെ പാലയിൽ പ്രത്യേകത വേറെ, പാലയിൽ മാണിക്കം എന്ന സിനിമ പൊട്ടിപ്പുറപ്പെടുന്ന മധുരം തരാം. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ വർക്ക് ചെയ്യുന്നു.